Hi friends, ഇന്ന് നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ 14th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 14th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ പ്ലസ് വൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഇസ് ഇക്വൽ ടു 0 ഫോർ നെഗറ്റീവ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. പ്രൂവ് ദാറ്റ് dy by dx is equal to 1 by 1 plus x square. നമുക്ക് ഇതൊന്ന് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എക്സ് root of 1 plus y root of 1 plus x is equal to 0. Minus 1 less than x less than 1. Prove that dy by dx is equal to 1 by 1 plus x the whole square. Negative 1 by 1 plus x the whole square എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് നമുക്ക് റൂട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റാം. എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് വൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് എന്ന് എഴുതിക്കൂടെ. അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവുന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമുക്ക് സ്ക്വയറിംഗ് റൂട്ട് സൈഡ് ചെയ്താലോ. സ്ക്വയർ ചെയ്യുന്നത് വരും എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ is equal to നെഗറ്റീവ് പോകും അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഉണ്ട് 1 പ്ലസ് എക്സ് എന്ന് വരുമല്ലോ. നമുക്കൊന്ന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താലോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് is equal to സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് അല്ലെ. നമുക്ക് ഇതിനെല്ലാം ഒരു സൈഡിലേക്ക് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തൂടെ. ഇനി നമുക്ക് ഈ എക്സ് സ്ക്വയർ വരുന്ന ടേം ഇതിനെല്ലാം ഒരുമിച്ച് എടുക്കാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. ഇനി നമുക്ക് ഇതിന് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് എന്താണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാലോ. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എക്സും വൈയും കോമൺ അല്ലേ. എക്സ് വൈന് പുറത്തേക്ക് എടുക്കാലോ. അപ്പൊ ഇവിടെ എന്ത് വരും. എക്സ് മൈനസ് വൈ എന്നുള്ള ടേം വന്നില്ലേ. അപ്പൊ ഇതിൽ നോക്കിയാട്ടെ എക്സ് മൈനസ് വൈയും കോമൺ അല്ലേ. ഇനി അതിന് നമുക്ക് എക്സ് മൈനസ് വൈ ഇൻറ്റു എന്താ വരിക. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ വരും അല്ലെ. ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് എഴുതാം ഇതില്. ഒന്നുകിൽ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. That implies x is equal to y ആണ് അല്ലെ. അല്ലെങ്കിൽ എന്താ വരിക. നമുക്ക് രണ്ടാമത്തെ ടേം നമുക്ക് 0 കൊണ്ട് എഴുതാൻ പറ്റും അല്ലെ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും അല്ലെ. അങ്ങനെയല്ലേ വരും. y into 1 plus x is equal to minus x എന്ന് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ടേം അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. y is equal to minus x by 1 plus x. ഈ x is equal to y എന്നുള്ള കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. x is equal to minus x by 1 plus x. ഇതിന് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ചെയ്യാം. നമുക്ക് dy by dx കണ്ടുപിടിക്കാം അല്ലെ. equal to d by dx of minus x by 1 plus x അല്ലെ. ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. d by dx of u by v എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അല്ലെ. നമ്മൾ എന്താ v ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ബൈ ബി സ്ക്വയർ അല്ലെ. ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും. v എന്താ 1 പ്ലസ് എക്സ് ഇൻറ്റു ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് അതവിടെ
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ വരുമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 1 പ്ലസ് എക്സ് ആയിട്ട് തന്നെ ഉണ്ടാവും. 1 പ്ലസ് എക്സ് ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എക്സ് 1ൻ്റെ 0 എക്സിൻ്റെ 1 ആവും അല്ലേ? ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ ആയില്ലേ? അപ്പോൾ ഇതിന് നമുക്ക് 1 പ്ലസ് എക്സ് മൈനസ് 0 എന്ന് വരും, മൈനസ് എക്സ് എന്ന് വരും അല്ലേ? ഇവിടെ നമുക്ക് ഒരു പുറത്തൊരു മൈനസ് ഉണ്ട്, ആ മൈനസിന് മറന്നു പോകാൻ പാടില്ല. മൈനസ് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എന്തായി? ഈ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയി പോയില്ലേ? 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്തായി? ഹെൻസ് പ്രൂവ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.